നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന CBSE ICSE സ്റ്റാൻഡേർഡ് 9th സുഗമ ഹിന്ദി ഗൈഡിൻ്റെ 3ാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കിട്ടാത്ത കുട്ടികൾ അത് നോക്കി പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഗൈഡാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 30ാം തീയതിയാണ് എക്സാം വരുന്നത്. എല്ലാ മക്കളും നന്നായിട്ട് പഠിച്ചിട്ട് പോകും കേട്ടോ. അടുത്ത സെക്കൻഡ് വരുന്നത് अपने जन्मदिन पर मामा जी को बुलाने के लिए മാലവിക की ओर से एक നിമന്ത്രണ പത്ര. അപ്പോൾ തൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് മാമാജിക്ക് ഒരു കത്ത് എഴുതുകയാണ്. ആര്? മാളവിക. അപ്പോൾ മാളവികയുടെ അഡ്രസ്സ് കൊടുക്കുക. മാളവിക 4/400 റോസ് ഗാർഡൻ മുംബൈ 15 ജൂൺ 2024. പൂജ്യ മാമാജി സാദാ ചരണാസ്പർശ്. ആശാ ഹെ ആപ് സാനന്ദ് ഹോഗെ. അപ്പോൾ മാമന് ഇവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പരിവാർ മേ ഭി കുശൽ മംഗൾ ഹോഗ. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? മാമാജി ആപ് ജാൻതേ ഹേ കി 25 ജൂൺ 2024 കോ മേരാ ജന്മദിൻ ഹേ. മാമാജിക്ക് അറിയാലോ, ജൂൺ 25, 2024 എൻ്റെ ബർത്ത്ഡേ വരുന്നത്. ഇസ് ദിൻ മേ 16 വർഷയ്ക്ക് ഹോ ജായേഗി. ഇന്നെനിക്ക് 16 വയസ്സാവേണം, അതായത് ആ ദിവസം. തബ് തക്ക് മേരി പരീക്ഷായേ ഭി സമാപ്ത് ഹോ ജായേഗി. അപ്പോഴേക്കും എൻ്റെ പരീക്ഷകളെല്ലാം കഴിയും. ഇസ്ലിയെ ഇസ് ബാർ മേരാ ജന്മദിൻ ധൂം ധാം സെ മനായ ജായേഗ. അതുകൊണ്ട് ഇത്തവണ എൻ്റെ ബർത്ത്ഡേ നല്ല ആഘോഷപൂർവ്വം ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മേരി ആപ്സെ ബിനതി ഹേ കി ആപ് ഏക് ദിൻ പഹ്ലേ ഹി ഘർ പർ ആ ജായേ. അതുകൊണ്ട് ഞാൻ മാമാജിയോട് അഭ്യർത്ഥിക്കുകയാണ്, ഒരു ദിവസം മുമ്പ് തന്നെ വീട്ടിൽ എത്തുക. മാമാജി തഥാ സോനു മോനു കോ ഭി ലേത്തെ ആയേ. മാമാജിയും വരണം, അതിനോടൊപ്പം തന്നെ സോനുവിനെയും മോനുവിനെയും കൂടെ കൊണ്ടുവരിക. ആ സബ്കെ സാത്ത് രഹക്കർ മുझे बहुत अच्छा लगेगा. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. मैं आपकी व्यग्रता से प्रतीक्षा करूँगी. ഞാൻ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുകയാണ്. ആപ്കി മാളവിക. അപ്പോൾ ഇതാണ് മാളവിക ബർത്ത്ഡേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുതുന്ന കത്ത്. അടുത്ത തേർഡ്, പുസ്തക खरीदने के लिए रुपये भेजने का अनुरोध करते हुए पिता को एक पत्र. പുസ്തകം വാങ്ങാൻ വേണ്ടി പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് അച്ഛനൊരു കത്ത്. ഗോപാൽ റോഡ്, മൈസൂർ 25 ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്, 5ാം മാസം മെയ് ആണ് 2024. ആദരണീയ പിതാജി സാദാ പ്രണാം. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ ഡേറ്റ് കൊടുക്കുക, സ്ഥലം കൊടുക്കുക. പ്രേഷക് എന്ന് പറയുമ്പോൾ ഫ്രമ്മും, സേവാമെന്ന് എന്ന് പറയുമ്പോൾ ടൂമാണ്. ആശാ ഹേ ആപ് സ്വസ്ഥ് ഔർ കുശൽ ഹോഗെ. അച്ഛന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അച്ഛൻ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്നു വിശ്വസിക്കുന്നു. ഘർമേ സബ് പ്രകാർക്ക ആനന്ദ് മംഗൾ ഹോഗ. വീട്ടിലും എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മേ ഭി യഹാ കുശലതാപൂർവക് അധ്യായൻ മേ ലീൻ ഹൂ. ഞാനും ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ട്. പിതാജി ഇസ് ബാർ ഗണിത് കെ പാഠ്യക്രമേ കുച്ച് ബദലാവ ഹുവാ ഹെ. അച്ഛാ, ഇത്തവണത്തെ മാത്സ് പുസ്തകത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ആ കാരണം കൊണ്ട് മുझे 3 നയി പുസ്തകേ ഖരീദനി ഹെ. എനിക്ക് 3 പുതിയ പുസ്തകങ്ങൾ വാങ്ങണം. ഇസ് വെയ്ക്ക് ലിയേ മേരെ പാസ്. അപ്പോൾ അതിൻ്റെ ചിലവിന് വേണ്ടി എൻ്റെ കയ്യിൽ പൈസ നഹി ഹെ, പൈസ ഇല്ല. കൃപയാ റുപയ 500, 500 എന്ന് പറഞ്ഞത് 500 की राशि യഥാശീഘ്ര ഭിജുവാ ദേ താക്കി അധ്യായൻ മേ ബാധ നാ പഹുഞ്ചെ. അപ്പോൾ എത്രയും പെട്ടെന്ന് അച്ഛനിക്ക് 500 അയച്ചു തരിക, ഇല്ലെങ്കിൽ ടെസ്റ്റ് കിട്ടാൻ വളരെ പാടായിരിക്കും. ശേഷ ശുഭ മാതാജി കോ സാദാ നമസ്കാർ ദേ സദാ അമ്മു കോ സ്നേഹ. അമ്മയ്ക്ക് എൻ്റെ പ്രണാമം, അമ്മുവിന് എൻ്റെ സ്നേഹാന്വേഷണം. ആപ്കി പ്രിയപുത്രി ലീല. അപ്പോൾ ലീല അച്ഛൻ എഴുതുന്ന കത്താണ്. അപ്പോൾ ഈ 3 കത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കത്ത് പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും കേട്ടോ. ഇനി വരുന്നത് അപ്പോഴത്തെ ഗദ്യാംശം. ഇവിടെ ഒരു വലിയ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ചിട്ട് ഒരു ശീർഷക ഹെഡിങ് കൊടുക്കുക. പിന്നെ അതിലൊരു 5 ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടെത്തുക. അപ്പോൾ ഞാൻ ആദ്യം വായിക്കാം. ഹമാരി ഭാരതീയ സംസ്കൃതി അതിപ്രാചീന സംസ്കൃതി ഹെ. നമ്മുടെ ഭാരതീയ സംസ്കാരം എന്നുള്ളത് പുരാതന സംസ്കാരമാണ്. ഹമാരി സംസ്കൃതിനെ ഹമേ ഉപകാർ സ്വരൂപ് കൈ ചീസേം പ്രദാൻ കി ഹെ. നമ്മുടെ സംസ്കാരം ഒരുപാട് നമുക്ക് ഉപഹാരങ്ങൾ തന്നിട്ടുണ്ട്. ഉൻ ഉപഹാരവുമേ യോഗ് ഏക് അൻമോൽ ഉപഹാർ ഹെ. അതിൽ ഒന്നാണ് യോഗ്, ജോ ഹമാരെ ലിയേ അതി മഹത്വപൂർണ്ണ ഹെ. അപ്പോൾ യോഗ എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്ഥാനമാണ്. ഇസേ ആജ് വിശ്വക്കെ അധികാംശ ദേശ് അപ്പനെ ചുക്കാ ഹെ. ഈ യോഗ എന്ന പ്രവണത എല്ലാവരും സ്വീകരിച്ചിരിക്കുകയാണ്. യോഗ ഏക് തരക വ്യായാം ഹെ. അപ്പോൾ യോഗ എന്ന് പറഞ്ഞത് ഒരു തരത്തിലുള്ള ഒരു വ്യായാമമാണ്. जिसके नियमित अभ्यास से हम अपने शरीर एवं मस्तिष्क को स्वस्थ रख सकते हैं. അപ്പോൾ അതിലൂടെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മസ്തിഷ്കത്തെയും എന്ത് ചെയ്യാൻ പറ്റുന്നു? നമുക്ക് ആരോഗ്യത്തോടെ നിലനിർത്താൻ പറ്റുന്നു.
അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് യോഗ ചെയ്യണം. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടിരിക്കാതെ യോഗയൊക്കെ ചെയ്യുന്നതിലൂടെ ശരീരത്തിന് എന്തെയ്യുന്നു, ശരീരത്തിനും മനസ്സിനൊക്കെ നല്ല കുളിർമ കിട്ടുന്നു. योग का आरंभ सर्वप्रथम भारत में हुआ. അപ്പോൾ ഭാരതത്തിലാണ് ആദ്യമായി യോഗ ആരംഭിച്ചത്. योग एक प्राचीन कला है. യോഗ എന്നുള്ളത് ഒരു പ്രാചീന കലയാണ്. जिसे ഭാരതീയ ഋഷി മുനിയോ ദ്വാരാ പ്രദർശിത് കിയാ ജാതാ രഹ. ഭാരതീയ ഋഷി മുനികളാണ് ഇത് ആദ്യമായി ആരംഭിച്ചത്. इसे शारीरिक शक्ति एवं मानसिक शक्ति प्राप्त होती है. ഇതിലൂടെ ശാരീരികവും മാനസികമായ ഒരു ശക്തി നമുക്ക് നേടാൻ പറ്റും. യഹ് തനാവ് ഓർ ചിന്താസെ രാഹത് ദേത്ത ഹെ. നമുക്ക് ടെൻഷനും ഒരുപാട് ചിന്തയൊക്കെ നിന്ന് മാറ്റാനുള്ള ഒരു പ്രവണത തരുന്നു. ആജ് കി ദുനിയാമേ യോഗ ദിൻ പ്രതിദിൻ ലോകപ്രിയ ഹോത്താ ജാ രഹാ ഹെ. ഇന്നത്തെ ലോകത്ത് യോഗ ദിനം പ്രതിദിനം ദിനം പ്രശസ്തമായി കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും യോഗ ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി തയ്യാറാവുന്നുണ്ട്. अतः संसार के अधिकांश लोग मानसिक शक्ति एवं स्वस्थ जीवन के लिए योग करते हैं. അതുകൂടാതെ സമൂഹത്തിലെ അധികം ആൾക്കാരും മാനസികമായ ശക്തിക്ക് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും ജീവിത ശൈലിക്ക് വേണ്ടിയും യോഗ ചെയ്യാറുണ്ട്. संयुक्त राष्ट्र संघ ने योग को बढ़ावा देने के लिए 21 जून को अंतर्राष्ट्रीय योग दिवस के रूप में घोषित किया. അങ്ങനെ ലോക ആരോഗ്യ ദിനമാണ് 21 ജൂൺ. योग का मानव जीवन में महत्वपूर्ण स्थान है. യോഗ മനുഷ്യ ജീവിതത്തിൽ വളരെയധികം സ്ഥാനങ്ങൾ നൽകുന്ന ഒന്നാണ്. योग का नियमित अभ्यास हमें शारीरिक एवं मानसिक बीमारियों से बचाता है. യോഗ നിയമമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശാരീരികവും മാനസികമായ വികസനത്തിനും അസുഖം മാറാനൊക്കെ അത് സംരക്ഷിക്കുന്നു. അപ്പോൾ അസുഖങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന യോഗ. योग के विभिन्न आसन मानसिक एवं शारीरिक मजबूती के साथ ही हमारे अंदर अच्छाई की भावना का निर्माण करते हैं. അതുകൂടാതെ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളിൽ നിന്നും അത് തരണം ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. योग के नियमित अभ्यास से स्व अनुशासन एवं ആത്മജാഗരൂകത വികസിത होता है. അപ്പോൾ യോഗ നിയമം അനുസരിച്ച് അഭ്യസിക്കുകയാണെങ്കിൽ അച്ചടക്കവും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് അതിൽ നിന്ന് വികസിപ്പിക്കാൻ പറ്റും. योग से होने वाले लाभों की हम गणना नहीं कर सकते. അപ്പോൾ യോഗയിലൂടെ എന്തുമാത്രം ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അത്രത്തോളം ഗുണങ്ങളുണ്ട്. യഹ് ഏക് വരദാൻ ഹെ. ഇതൊരു വരദാനമാണ്. जिसे भगवान ने मानव जाति को उपकार के रूप में प्रदान किया है. മനുഷ്യന് ഭഗവാൻ തന്നൊരു ഉപകാരമാണ്, ഗിഫ്റ്റാണ്. अतः हम कह सकते हैं कि योग मानवता के लिए एक वरदान है. അതുകൊണ്ട് നമുക്ക് കൃത്യമായും പറയാൻ പറ്റും യോഗ എന്നുള്ളത് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വരദാനം തന്നെയാണ്. അപ്പോൾ ഇതാണ് പാരഗ്രാഫ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് യോഗയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളും പോയിൻ്റൊക്കെ മനസ്സിലാക്കാൻ പറ്റിയല്ലേ. അപ്പോൾ ഇനി കൊടുക്കേണ്ടത് ഹെഡിങ് ആണ്. അപ്പോൾ ഹെഡിങ് എന്ന് വെച്ചാൽ ഗദ്യഖണ്ഡിക്കയിലെ ഉചിത് ശീർഷക. ഗദ്യത്തിന് വേണ്ടി ഉചിതമായ ഒരു ഹെഡിങ് കൊടുക്കുക. ശീർഷക ഹെഡിങ് ഭാരതീയ സംസ്കൃതി, ഭാരതീയ സംസ്കാരം, അതാണ് അവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം योग के बारे में 2 वाक्य लिखिए. യോഗയെക്കുറിച്ച് 2 സെൻറ്റൻസ് എഴുതുക. योग एक व्यायाम है जिसके नियमित अभ्यास से हम अपनी शारीरिक एवं मानसिक को स्वस्थ रख सकते हैं. നമ്മൾ നിയമം അനുസരിച്ച് വ്യായാമം ചെയ്യുകയാണെങ്കിൽ ശരീരത്തിനും മസ്തിഷ്കത്തിനും എന്തെയ്യുന്നു, അത് ആരോഗ്യം നിലനിർത്താൻ കഴിയും. योग को दुनिया के अधिकांश ദേശ് അപ്പന ചുക്കാ ഹെ. യോഗയെ ലോകം മുഴുവനും അംഗീകരിച്ചിരിക്കുകയാണ്. മൂന്നാമത്തത് ലോക ക്യൂ യോഗ കർത്തേ ഹെ. ആളുകൾ എന്തിനാണ് യോഗ ചെയ്യുന്നത്? ലോക മാനസിക ശക്തി ഏവം സ്വസ്ഥ ജീവൻ കെ ലിയെ യോഗ കർത്തേ ഹെ. മാനസികമായ ശക്തിക്കും ആരോഗ്യത്തിനും ശാന്തതയ്ക്കും വേണ്ടിയാണ് ആളുകൾ യോഗ ചെയ്യുന്നത്. യഹ് തനാ ഓർ ചിന്താസെ രാഹത് ദേത്ത ഹെ. അനാവശ്യ ചിന്തകളിൽ നിന്ന് മോചനം നേടുന്നു. നാലാമത്തത് യോഗ മാനവതാക്കയിലെ ഏക വരദാൻ ഹെ സ്പഷ്ട കീജിയെ. യോഗ എന്നുള്ളത് മനുഷ്യനൊരു വരദാനമാണ്, സ്പഷ്ടമാക്കുക. योग से സ്വ അനുശാസൻ ഏവം ആത്മജാഗരൂകത വികസിത ഹോത്താ ഹെ. യോഗയിലൂടെ അച്ചടക്കവും ആത്മവിശ്വാസവും നമുക്ക് വികസിപ്പിക്കാൻ കഴിയും. യഹ് ഏക വരദാൻ ഹെ. ഇതൊരു വരദാനമാണ്. ജിസെ ഭഗവാൻ ने मानव जाति को ഉപഹാർ കെ രൂപ में പ്രദാൻ കിയാ ഹെ. മനുഷ്യന് ഭഗവാൻ ഒരു ഉപകാരമായിട്ടാണ് അത് തന്നിരിക്കുന്നത്. इसलिए योग को इस प्रकार कहा है. അതുകൊണ്ടാണ് യോഗയെ ഇപ്രകാരം പറയുന്നത്. योग को बढ़ावा देने के लिए संयुक्त राष्ट्र संघ ने क्या किया? എന്ത് ചെയ്തു? योग को बढ़ावा देने के लिए संयुक्त राष्ट्र संघ ने 21 जून को
അന്തരാഷ്ട്രീയ യോഗ ദിവസ് കെ രൂപ में घोषित किया. ഇപ്പോൾ ഒരു വലിയ വീഡിയോ ആയിപ്പോയി അല്ലേ, 2 പാഠം വായിച്ചപ്പോൾ തന്നെ 10 മിനിറ്റായി. അപ്പോൾ അതിൻ്റെ അടുത്ത 4ാമത്തെ പാർട്ട് വീഡിയോ അടുത്തത് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ നന്നായിട്ട് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും കൂടി അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും കൂടെ അറിയിക്കുക. ഓക്കെ, നമസ്തേ.